Al-Wahdatu Thalitha Fil Iyada in the clinic. Jawadun Darisun fi Safil Hadi Ashar. Jawad +1 വിദ്യാർത്ഥിയാണ് ഫിസാനവിയത്തിൽ ആലിയ ഹയർ സെക്കൻഡറിയിലെ +1 വിദ്യാർത്ഥിയാണ് ജവാദ്. യോമൻ ഒരു ദിവസം ഷഅറബി അലമിൻ ഷദീദിൻ ഫി ലഹരി, അവൻ്റെ ബാക്കിൽ പുറത്ത് ശക്തമായ വേദന അനുഭവപ്പെട്ടു. ഫദഹബൽ ഇസ്തിഷാറത്തി ത്വബീബി, അങ്ങനെ അവൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. വജലസ ഫി സ്വാലത്തിൽ ഇന്തിലാരി ബിൽ ഇയാദത്തി, ക്ലിനിക്കിലെ സ്വാലത്തുൽ ഇന്തിലാരിൽ വെയിറ്റിംഗ് ഹാളിൽ അവൻ ഇരുന്നു. ബാദബുർഹത്തിൻ, അല്പസമയത്തിന് ശേഷം യദ്ഖുലു ഉർഫത്ത ത്വബീബ്, അവൻ ഡോക്ടറുടെ മുറിയിലേക്ക് പ്രവേശിച്ചു. അത്വബീബ് അഹ്ലൻ വസഹലൻ, വെൽക്കം. തഫല്ലൽ വസ്തരിഹ്, വരൂ ഇരിക്കൂ. മിമ്മ തഷ്കു, എന്ത് പറ്റി, എന്താണ് നിൻ്റെ വേവലാതി, എന്തിൽ നിന്നാണ് പ്രയാസം അനുഭവപ്പെടുന്നത്? ഇസ്തയഖൽതു മിനൻ നൗമി ലൈലത്തൽ ബാരിഹത്തി, ഇന്നലെ രാത്രി ഞാൻ ഉറക്കിൽ നിന്നും ഉണർന്നു. അൽ ബാരിഹ മീൻസ് ഇന്നലെ. അല അലമിൻ ഷദീദിൻ ഫിൽ ജാനിബിൽ ഐമനി, വലത് ഭാഗത്ത് ശക്തമായ വേദനയോടെ. മിൻ ലഹരി, എൻ്റെ പുറത്ത് വലത് ഭാഗത്ത് ശക്തമായ വേദനയോടെയാണ് ഞാൻ ഇന്നലെ രാത്രി ഉറക്കിൽ നിന്നും ഉണർന്നത്. അത്വബീബ് മാതാ തനാവൽത്ത ഫില്ലൈലി, രാത്രി എന്തായിരുന്നു കഴിച്ചത്? ജവാദ് തനാവൽത്ത് ബഅദൽ വജബാത്തി സരീഅത്തി മിനൽ ഖാരിജ്, ഞാൻ പുറത്തു നിന്നും അല്പം കുറച്ച് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിരുന്നു. അൽ വജബാത്ത് സരിയ, ഫാസ്റ്റ് ഫുഡ്. ത്വബീബ് ഹൽ തനാവൽത്ത ഷൈഅൻ മിനൽ അദവിയ, എന്തെങ്കിലും മരുന്ന് കഴിച്ചിരുന്നോ? ജവാദ് തനാവൽത്ത് ബഅദൽ അഖറാസിൽ മുസക്കിന, കുറച്ച് പെയിൻ കില്ലേഴ്സ് ഞാൻ കഴിച്ചിട്ടുണ്ട്, വേദന സംഹാരി ഗുളികകൾ കഴിച്ചു. വലാക്കിൻ, പക്ഷേ. അത്വബീബ് അഹാദിഹി അവ്വലു മറത്തിൻ തശ്ഉറു ബിഹാദൽ അലമി, ഈ വേദന ആദ്യമായിട്ടാണോ തോന്നുന്നത്? ഇതിനു മുമ്പ് ഇങ്ങനെ വേദന ഉണ്ടായിട്ടുണ്ടോ? ജവാദ് കുന്തു അശ്ഉറു ബി അലമിൻ ഖഫീഫിൻ, എനിക്ക് ചെറിയ വേദന തോന്നുമായിരുന്നു. മിൻ വഖ്തിൻ ഇലാ ആഖർ, ഇടക്കൊക്കെ. വലാക്കിൻ, പക്ഷേ. മാ ശഅർതു ബിഹാദൽ അലമി ഷദീദി ഇല്ലാ അംസി ഫഖത്ത്, എന്നാൽ ഇന്നലെയല്ലാതെ ഇത്രയും കഠിനമായ വേദന ഉണ്ടായിട്ടില്ല. തബീബ് തഫല്ലൽ അല സരീർ, കട്ടിലിലേക്ക് വരൂ. ദഅനി അഫ്ഹസു, ഞാൻ പരിശോധിക്കട്ടെ. അങ്ങനെ ബഅദ ഇത്മാമിൽ ഫഹസി, പരിശോധനയ്ക്ക് ശേഷം അഅതാഹു തബീബു, ഡോക്ടർ അവന് നൽകി വസ്ഫത്തൻ തുബ്ബിയത്തൻ, ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടറുടെ ഷീറ്റ് നൽകി. എന്തിനു വേണ്ടിയുള്ള? ലി തഹ്ലീലിൽ ബൗലി, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള. തഹ്ലീൽ മീൻസ് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ വയറോഹ ബിഹ, അവൻ അതും കൊണ്ട് പോയി. ജവാദ് അതും കൊണ്ട് പോയി. ഇലാ ഖിസ്മി തഹാലീൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനാലിസിസ്, ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. ഇലാ ഫന്നിയിൽ മുഖ്തബർ, ഒരു ലാബ് ടെക്നീഷ്യൻ്റെ അടുക്കിലേക്ക്. മുഖ്തബർ ലാബ്, ഫന്നി ടെക്നീഷ്യൻ. ഇല്ല ഫന്നിയിൽ മുഖ്തബർ, ലാബ് ടെക്നീഷ്യൻ്റെ അടുക്കൽ പോയി. ജവാദ് ഉരീദു ഇജ്റാ ഹാദ തശ്ഖീസ്, ഈ പരിശോധന നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് ഈ പരിശോധന നടത്തണം. ഡോക്ടറുടെ കുറിപ്പ് കൊടുത്തുകൊണ്ട് പറയുകയാണ്. മിൻ ഫദ്ലിക, പ്ലീസ്. ഫന്നിയുൽ മുഖ്തബർ തഫല്ലൽ വസ്തരിഹ്, വരൂ ഇരിക്കൂ. ജവാദ് ശുക്രൻ. ഹാദിഹി സുജാജത്തുൻ സഗീറ, ഇതൊരു ചെറിയ ബോട്ടിലാണ്. തുഹ്ലിറു ഫിഹ ഐനാത്തിൽ ബൗലി, ഇതിൽ നീ കുറച്ചു യൂറിൻ ഡ്രോപ്സ് കൊണ്ടുവരണം. വതഅതി ബഅദ നിസ്ഫി സഅത്തിൻ, എന്നിട്ട് അരമണിക്കൂറിന് ശേഷം വരിക. ലിസ്തിലാമിൻ നതീജ, റിസൾട്ട് കൈപ്പറ്റാൻ വേണ്ടി. ജവാദ് ശുക്രൻ, താങ്ക് യു, മഅസ്സലാമ, ബൈ. അങ്ങനെ യൂറിൻ കൊടുത്തുകൊണ്ട് അവൻ പോയി. ബഅദ നിസ്ഫി സഅത്തിൻ, അരമണിക്കൂറിന് ശേഷം. ഇസ്തലമ ജവാദിൻ നതീജത്ത്, ജവാദ് റിസൾട്ട് വാങ്ങി. വദഹബ ബിഹ ഇല ത്വബീബി, എന്നിട്ട് അതുകൊണ്ട് ഡോക്ടറുടെ അടുക്കലേക്ക് പോയി. ഇതാണ് റിസൾട്ട്. മുഖ്തബറുൽ ബദർ ലി തശ്ഖീസ്, ബദർ ലബോറട്ടറി, അതിൻ്റെ പേരാണ് കണ്ണൂർ. കിസ്മു തഹ്ലീൽ ബൗൽ, യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, യൂറിനാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റ്. റഖം നമ്പർ, അത്താരിഖ് ഡേറ്റ്, അൽ ഇസ്മ് നെയിം ജവാദ്, അൽ ഉംർ ഏജ്, അൽ ജിൻസ് ജെൻഡർ ദക്കർ, മെയിലാണെങ്കിൽ ദക്കർ, ഫീമെയിൽ ആണെങ്കിൽ ഉൻസ. അത്തബീബുൽ മുആലിജ്, പരിശോധിച്ച ഡോക്ടർ അൻവർ ഹുസൈൻ. നത്തീജത്തു തഹ്ലീൽ,
റിസൾട്ട്, ടെസ്റ്റ് റിസൾട്ട്. സുലാലാത്ത്, എന്തൊക്കെയാണ് റിസൾട്ടിലുള്ളത്? സുലാലാത്ത് മീൻസ് ആൽബുമിൻ, ഒരു തരം പ്രോട്ടീനാണ് അല്ലേ, അത് പ്രസൻ്റ് ആണ്, ഉണ്ട്. സുക്കർ, ഷുഗറും ഉണ്ട്, പ്രസൻ്റ് എന്നുള്ളത് അത് ഉള്ളതാണ് അടയാളപ്പെടുത്തുന്നത്. ഖലായ സ്വദീദ്, പസ് സെൽസ്, പഴുപ്പ് അല്ലേ, അതുണ്ട് അല്ലേ, ഒക്കെ ഉണ്ട്. അങ്ങനെ തൊബീബ് തൂജദ് ഫി ജിസ്മിക, നിന്റെ ശരീരത്തിലുണ്ട് കമ്മിയത്തുൻ സായിദത്തുൻ മിന സുക്കർ, അളവിൽ കൂടുതൽ ഷുഗർ ഉണ്ട്. ലിത, അതുകൊണ്ട് യജിബു തജന്നുബു അൽ വജബാത്തി സരിയ, നിർബന്ധമായി നീ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം. വൽ ഹൽവയാത്ത്, സ്വീറ്റ്സ് ഒഴിവാക്കണം. വദ്ദുഹ്നിയാത്ത്, കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. വതൽസം അൻത അൽ ഖളറാവാത്തി, പച്ചക്കറികൾ കഴിക്കുക. വൽ ബുക്കൂലി, പയറുവർഗ്ഗങ്ങൾ. തനാവുലു ഹാദിഹിൽ ഹുബൂബ്, അതേപോലെ ഈ പിൽസ് കഴിക്കുക, ഈ ഗുളികകൾ കഴിക്കുക. മറത്തൈനി കുല്ലയോമിൻ, ഡെയിലി 2 നേരം. വത്തഅതി അൽ ഇയാദത ബഅദ ഉസ്ബുഅൈനി, എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ ക്ലിനിക്കിലേക്ക് വരൂ, അങ്ങനെ പറഞ്ഞയച്ചു. ഇനി ബഅദുൽ അംറാദ്, ചില രോഗങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുക്കാം മീൻസ് ജലദോഷം, സുദാ ഹെഡേക്ക് തലവേദന, ഹുമ്മ പനി, മർലു റിഅ ലങ് ഡിസീസ് ശ്വാസകോശ രോഗം, മർലുൽ ഖൽബ് ഹൃദ്രോഗം, ബിത്നത്ത് വയറുവേദന, അലമുൽ ലഹർ ബാക്ക് പെയിൻ, ഫാലജ് മീൻസ് പാരാലിസിസ് പക്ഷാഘാതം, ലർബത്തുൻ കൽബിയ ഹാർട്ട് അറ്റാക്ക്, ബദാനത്ത് അമിതവണ്ണം, സുല്ല് ട്യൂബർക്കുലോസിസ് ക്ഷയം, ജുദാം മീൻസ് കുഷ്ഠം അല്ലേ, ഇസ്ഹാൽ വയറിളക്കം, സുക്കരി ഷുഗർ, സർത്താൻ ക്യാൻസർ, ഇതൊക്കെ കുറേ രോഗങ്ങളുടെ പേര്. ഇനി തഫാഅല, ഒരു ഫീലിൻ്റെ വസനാണത്. തഫാഅല വസനിലുള്ള ഫീലുകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് താഴെ തനാവല കൊടുത്തിരിക്കുന്നു അല്ലേ, തനാവല മീൻസ് കഴിച്ചു, അതിൻ്റെ മാളിയാണ് തഫാഅല തനാവല. മുളാരി യതഫാഅലു യതനാവലു കഴിക്കുന്നു. പിന്നെ തഫാഉൽ, അതിൻ്റെ മസ്ദർ തനാവുൽ. തഫാഅൽ അതിൻ്റെ അമ്ർ തനാവൽ, നീ കഴിക്കൂ. ലാ തതഫാഅൽ, കഴിക്കരുത്. നഹി മുതഫായിൽ, കഴിക്കുന്നവൻ മീൻസ് മുത്തനാവിൽ, കഴിക്കുന്നവൻ. ഇസ്മുൽ ഫായിൽ. ഓക്കെ, ഇനി കുറച്ച് അൻഷിത്തത്ത്. നുകവിനു അസ്ഇലത്തൻ മുനാസബത്തൻ, അനുയോജ്യമായ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ലിൽ അജ്വിബത്തി താലിയ, താഴെയുള്ള ഉത്തരങ്ങൾക്ക്. ബിസ്തിഖ്ദാമിൽ അദവാത്തിൽ ബൈനൽ ഖൗസൈൻ, ബ്രാക്കറ്റിലുള്ള ചോദ്യത്തിന്റെ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്. എന്തൊക്കെയാണ് ബ്രാക്കറ്റിലുള്ളത്? ബിമ, എന്തുകൊണ്ട് മീൻസ് എന്തിനെ കൊണ്ട്. ഹൽ, ഉണ്ടോ അല്ലെങ്കിൽ ആണോ. മാത, എന്ത്. മിമ്മ, എന്തിൽ നിന്ന്. മൻ, ആര്. മത്ത, എപ്പോൾ. ഐന, എവിടെ. ഒന്നാമത്തെ ഉത്തരം ഷഅർതു ബിഹാദൽ അലമി അംസി, ഈ വേദന എനിക്ക് ഇന്നലെയാണ് അനുഭവപ്പെട്ടത്. ചോദ്യം മത്താ ഷഅർത ബിഹാദൽ അലമി, എപ്പോഴാണ് നിനക്ക് ഈ വേദന തോന്നിയത്. ഷഅർതു മീൻസ് എനിക്ക് തോന്നി. ചോദ്യം ചോദിക്കുമ്പോൾ ഷഅർത, നിനക്ക് തോന്നി എന്ന് ചോദിക്കണം അല്ലേ, നിനക്ക് എപ്പോഴാണ് വേദന ഉണ്ടായത്. രണ്ടാമത്തത് നസഹത്ത് തബീബ് അൽ മരീല, ഡോക്ടർ രോഗിയെ ഉപദേശിച്ചു. ബി ഇജ്റാ തഹ്ലീലിൽ ബൗൽ, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ചോദ്യം മാത അല്ലെങ്കിൽ ബിമ എന്ന് പറഞ്ഞു. ബിമ നസഹത്ത് തബീബു അൽ മരീല, ഡോക്ടർ രോഗിയെ എന്താണ് ഉപദേശിച്ചത്, എന്തിനെ കൊണ്ടാണ് ഉപദേശിച്ചത് മീൻസ് എന്ത് ചെയ്യാനാണ് ഉപദേശിച്ചത്, അതിനാണ് ബിമ ഉപയോഗിക്കുന്നത്. ബിമ നസഹത്ത് തബീബു അൽ മരീല. ഇനി അടുത്തത് യുഖദ്ദിമു സുജാജത്തൽ ബൗലി ഫി ഖിസ്മി തഹാലീലി, അവൻ യൂറിൻ ബോട്ടിൽ നൽകുന്നു. എവിടെ? ഫി ഖിസ്മി തഹാലീലി ബിൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലെ അനാലിസിസ് ഡിപ്പാർട്ട്മെന്റിൽ നൽകുന്നു. അപ്പം എന്ത് ചോദിക്കാം, എവിടെയാണ് അവൻ ഈ ജവാദ് ഇത് നൽകുന്നത് അല്ലേ, അതെങ്ങനെ ചോദിക്കും. ഐന യുഖദ്ദിമു ജവാദുൻ സുജാജത്തൽ ബൗലി, യൂറിൻ ബോട്ടിൽ ജവാദ് എവിടെയാണ് നൽകുന്നത്. ഐന യുഖദ്ദിമു ജവാദുൻ, അവിടെ ചോദ്യത്തിൽ നമ്മൾ ജവാദ് എന്ന് ചേർക്കണം. ഒരു ചോദ്യം ആരാണെന്നുള്ളത് ചോദ്യത്തിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് യഷ്കു മിൻ അലമിൻ ഷദീദിൻ ഫി ലഹരിഹി, അവൻ തൻ്റെ ബാക്കിൽ പുറത്ത് ശക്തമായ കഠിനമായ വേദനയാൽ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ എന്തിനാലാണ് അവൻ ബുദ്ധിമുട്ടുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. അതിനാണ് നമ്മുടെ ഇവിടെയുള്ള മിമ്മ ഉള്ളത്. മിമ്മ യഷ്കു ജവാദുൻ, ജവാദ് എന്തിനാലാണ് ബുദ്ധിമുട്ടുന്നത്. മിമ്മ യഷ്കു ജവാദുൻ.
അതിൻ്റെ ഉത്തരമാണത്. അടുത്തത് തനാവല ജവാദിന് ബാദൽ അക്രാസിൽ മുസക്കിനത്ത്. ജവാദ് കുറച്ചു പെയിൻ കില്ലേഴ്സ് കഴിച്ചു. അപ്പോൾ അതിനെന്ത് പറയും? എന്താണ് ജവാദ് കഴിച്ചത് എന്ന് ചോദിക്കാം അല്ലേ. മാതാ തനാവല ജവാദുൻ. ജവാദ് എന്താണ് കഴിച്ചത്? അപ്പോൾ ഉത്തരവാദായി. നഅം, അതെ. യുരീദ് ജവാദുൻ അഷിഫാ മിനൽ അലമി. ജവാദ് രോഗത്തിൽ നിന്നും, വേദനയിൽ നിന്നും ശമനം ആഗ്രഹിക്കുന്നു. അപ്പോൾ ചോദ്യം, ഹൽ യുരീദ് ജവാദുൻ അഷിഫാ മിനൽ അലം. ജവാദ് വേദനയിൽ നിന്നും ശമനം ഉദ്ദേശിക്കുന്നുണ്ടോ? ഉത്തരം നഅം, അതെ, ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി തുഹദഫുൽ അലിഫു. അലിഫ് കളയപ്പെടും. മിൻ മാ അൽ ഇസ്തിഫാമിയ. ചോദ്യത്തിൻ്റെ മാ എന്ന വാക്കിൽ നിന്നും, എന്ത് എന്ന വാക്കിൽ നിന്നും അലിഫ് കളയപ്പെടും. അതായത് മാ എന്നുള്ളതിന് മീമിൻ്റെ ശേഷം ഒരു അലിഫ് ഉണ്ടല്ലോ, മാ എന്ന് നീട്ടുന്നില്ലേ, ആ അലിഫ് കളയപ്പെടും. ഇതാ സബഖഹ ഹർഫും മിൻ ഹുറൂഫിൽ ജർരി. ഏതെങ്കിലും ഹർഫ് ജറിൻ്റെ ഹർഫ് അതിൻ്റെ മുമ്പിൽ വന്നാൽ, മസലൻ ഉദാഹരണത്തിന് ബി പ്ലസ് മാ ആണ് ബിമ. ശരിക്കും ബിമ എന്നാണ് വേണ്ടത്. പക്ഷേ ബി എന്ന ജറിൻ്റെ ഹർഫ് മുമ്പിൽ വന്നതുകൊണ്ട് ബിമ എന്നായി. മീമിൻ്റെ ശേഷമുള്ള അലിഫിനെ കളഞ്ഞു. അതേപോലെ ലി എന്നതും ഒരു ജറിൻ്റെ ഹർഫാണ്. അത് മുമ്പിൽ വന്നപ്പോൾ ലിമ എന്നുള്ളത് ലിമ എന്നായി. ലിമ മീൻസ് വൈ. എന്തുകൊണ്ട്? അതേപോലെ നേരത്തെ മേലെ ഇവിടെ മിമ്മ പറഞ്ഞു അല്ലേ. മിമ്മ, മിൻ പ്ലസ് മായാണ് മിമ്മ എന്നായത്. മാ എന്നുള്ള അലിഫ് കളഞ്ഞു. ഓക്കെ, അത് മിൻ എന്നുള്ളതും ജറിൻ്റെ ഹർഫാണ്. ഇനി നഖറ ഉൽ ഫിക്രത്ത താലിയ. താഴെയുള്ള പാരഗ്രാഫ് വായിക്കാം. വനുകവ്വിനു ബഅദൽ ലായിഹാത്തിൽ ഇർഷാദി. എന്നിട്ട് കുറച്ച് പ്ലക്കാർഡ്സ് തയ്യാറാക്കാം. അന്നലാഫത്ത് ഷഖ്സിയത്ത്. വ്യക്തി ശുചിത്വം എന്നതാണ് പാരഗ്രാഫ്. അന്നലാഫത്ത് സബീലു തമത്തുഅ ബിസ്സിഹത്തി. ആരോഗ്യം ആസ്വദിക്കാനുള്ള ഒരു മാർഗമാണ് വൃത്തി ഉണ്ടായിരിക്കുക എന്നുള്ളത്. വതരീഖു തഹല്ലി ബിൽ ജമാലി. സൗന്ദര്യമുണ്ടാകാനും വൃത്തി വേണം. ഇന്നഹ തുഅദ്ദു. വൃത്തി പരിഗണിക്കപ്പെടുന്നു. മിനൽ ഈമാനി. ഈമാനിൻ്റെ ഭാഗമായിക്കൊണ്ട്. കമാ അക്കദത്ത് അലൈഹ ജമീഉൽ അദിയാൻ. എല്ലാ മതങ്ങളും ആ കാര്യം ഉറപ്പിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളിലും വൃത്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അന്നലാഫത്ത് മിർആത്തു ശഖ്സിയത്തിന. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കണ്ണാടിയാണ് വൃത്തി. ഒരാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ, വൃത്തിയില്ലാത്ത ആളാണെങ്കിൽ. കമാ അന്നഹ വസീലത്തുന ഇലാ ഖുലൂബിൽ ആഖരീൻ. അതേപോലെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ കയറിപ്പറ്റാനുള്ള ഒരു മാർഗമാണ് വൃത്തി. നല്ല വൃത്തിയുള്ള ആളാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി മിനൻ നലാഫത്തി ശഖ്സിയത്തി. വ്യക്തി ശുചിത്വത്തിൽ പെട്ടതാണ് ഗസ്ലുൽ യദൈനി. കൈകൾ കഴുകൽ. ത്വാമി. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കൈയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകണം. കൈയൊന്നും കഴുകാതെ ഭക്ഷണം ഉണ്ടാക്കിയാൽ ശരിയാവില്ല. വഖബല തനാവുലിഹി. അതേപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും വബഅദഹു. ശേഷവും. വൽ ഇനായത്തു ബിൽ ബശരി. അതേപോലെ സ്കിൻ കെയർ ചെയ്യണം. വശഅരി. മുടി. വൽ അസ്നാൻ. പല്ല് ഒക്കെ വൃത്തിയായി സൂക്ഷിക്കണം. വദാലിക. അതൊക്കെ ലി വിഖായത്തിന കസീറ മിനൽ അംറാദ്. ധാരാളം രോഗങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. രോഗങ്ങൾ വരാതിരിക്കും വൃത്തിയുണ്ടായാൽ. ഇനി ഇതിൽ നിന്നും കുറച്ച് സൈൻ ബോർഡ്സ് അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് പ്ലക്കാർഡ്സ് തയ്യാറാക്കണം. അതങ്ങനെ എന്തൊക്കെ എഴുതാം? ഉദാഹരണത്തിന് നമുക്കിങ്ങനെ പറയാം അല്ലേ. കീപ് ബോഡി ക്ലീൻ. ബോഡി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അതിനെന്ത് പറയും? ഹാഫിൽ അല നലാഫത്തിൽ ബദനി. ഹാഫിൽ അല നലാഫത്തിൽ ബദനി. ബോഡി വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ ഇഗ്സിൽ അൽ യദ ഇൻദ ഇഅദാദി ത്വആം. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കൈ കഴുകുക. അതേപോലെ ഇഗ്സിൽ അൽ യദ ഖബല തനാവുലി ത്വആമി വബഅദഹു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുക. പിന്നെ എന്താ പറയാം? അന്നലാഫത്തു മിർആത്തു ശഖ്സിയത്തിന. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കണ്ണാടിയാണ് നലാഫത്ത് എന്ന് പറയാം. അങ്ങനെ പലതും ഇതിൽ നിന്ന് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഓക്കെ, ബാക്കി ഉണ്ടാക്കുക. ഇനി നുലാഹിദുൽ ഹിവാറ ബൈന ലാബിത്തുൽ മുറൂരി. ട്രാഫിക് ഓഫീസറും വസായിക സയ്യാറത്തിൻ, ഒരു കാർ ഡ്രൈവറും തമ്മിലുള്ള ഒരു സംഭാഷണം നമുക്ക് നിരീക്ഷിക്കാം. വനംലഉൽ ഫറാഗ ബിസ്തിഅമാലി തഅബീറാത്തിൽ മുനാസിബത്തി മിനൽ ഹിലാലൈനി. ബ്രാക്കറ്റിൽ, ഹിലാലൈനി മീൻസ് ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായ തഅബീറാത്ത് വാചകങ്ങൾ എടുത്ത് പൂരിപ്പിക്കുകയും ചെയ്യാം. ഇതാണ് ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ എന്തൊക്കെയുള്ളത്? തആല ഗദൻ. നാളെ വരൂ. ഇലാ ഇദാറത്തിൽ മുറൂരി. ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലേക്ക്. ലിദഫ്ഇൽ ഗറാമ. പിഴ അടക്കാൻ വേണ്ടി, ഫൈൻ അടക്കാൻ വേണ്ടി നാളെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരൂ എന്നാണ് ഒരു സെന്റൻസ്. ഹൽ ഹാദിഹി സിയാറത്തുക. ഇത് നിന്റെ കാറാണോ? മഅദിറ. സോറി. മാ ഖാലഫ്തുഹ അംദൻ. ഞാൻ മനഃപൂർവ്വം ലംഘിച്ചിട്ടില്ല. തഫല്ലൽ പ്ലീസ്. ഹാദിഹി ഹിയ ഷഹാദത്തു തസ്ജീലി ലി സയ്യാറത്തി. ഇതാണ് എൻ്റെ കാറിൻ്റെ RC. RC മീൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്.
ഓക്കെ. ലാബിത്തുൽ മുറൂർ, ട്രാഫിക് ഓഫീസർ, അതായത് ട്രാഫിക് പോലീസ് ഒരു ഡ്രൈവറെ പിടിച്ചു അല്ലേ. യാ റഫീഖെ അല്ലെങ്കിൽ കൂട്ടുകാരാ. ഔക്കിഫ് അസയ്യാറത്ത്, കാറ് നിർത്തൂ. ബിജാനിബി തരീക്ക്, വഴിയരികിൽ കാറ് നിർത്തൂ. സായിഖ് ആസിഫ് യാ സയ്യിദി, സോറി സാർ, മാദാ ഹദസ, എന്താണ് പറ്റിയത്, എന്താണ് വെറുതെ കാറ് നിർത്താൻ പറയുന്നത്. ലാബത്തുൽ മുറൂർ, മിൻ ഫദ്ലിക പ്ലീസ്, ഐന റുഖ്സത്തുൽ ഖിയാദ, നിന്റെ ലൈസൻസ് എവിടെ. റുഖ്സത്തുൽ ഖിയാദ മീൻസ് ഡ്രൈവിംഗ് ലൈസൻസ്. ഹിയദി യാ സയ്യിദി, ഇതാ സാർ, തഫല്ലൽ, എൻ്റെ ലൈസൻസ്. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുക. അപ്പോൾ ലൈസൻസ് ഇവൻ കൊടുക്കുകയാണ് തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ട്. പോലീസ് ആദ്യം ചോദിച്ചത് മിൻ ഫദ്ലിക, ലൈസൻസ് തരാൻ വേണ്ടി ചോദിക്കുകയാണ് അല്ലേ. എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വാങ്ങാൻ വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ മിൻ ഫദ്ലിക്കയാണ് മുമ്പിൽ വെക്കേണ്ടത്, കൊടുക്കുമ്പോൾ തഫല്ലൽ. അപ്പോൾ ഇതാ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞപ്പോൾ ലാബിത്ത് എന്തോ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായി, എൻ്റെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ അടിയിൽ വായിച്ചു നോക്കുക അല്ലേ. നാം, അതെ. ഹാദിഹി സയ്യാറത്തി, ഇതെൻ്റെ കാറാണ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക ഹൽ ഹാദിഹി സയ്യാറത്തുക, ഇത് നിന്റെ കാറാണോ. യെസ്, എൻ്റെ കാറാണ്. ഹൽ എന്തൊക്കെ ഷഹാദത്തു തസ്ജീൽ, നിന്റെ അടുക്കൽ RC ഉണ്ടോ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ. നാം, അതെ. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നാം ഹാദിഹി ഹിയ ഷഹാദത്തു തസ്ജീൽ സയ്യാറത്തി, അത് എഴുതുക. അല്ലെങ്കിൽ നാം എന്ന് മാത്രം എഴുതിയാൽ മതി. നാം യാ സയ്യിദി, അതെ സർ. മാദാ ഹദസ മിന്നി, എന്താണ് എന്നിൽ നിന്നും സംഭവിച്ചത്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ലാബിത്ത് പറയുന്നു ഖാലഫ്തൽ ഇഷാറ, നീ സിഗ്നൽ ലംഘിച്ചു. ഇപ്പോൾ എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ലാബിത്ത് പറയുന്നത് നോക്കാം. അലാ താരിഫു അന്നല്ലോ, അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടാവും എന്താണ്, മാ ഖാലഫ്തുഹ അംദൻ, ഞാനത് മനഃപൂർവ്വം ലംഘിച്ചതല്ല. അതല്ലേ മേലെ കണ്ടത് ബ്രാക്കറ്റിൽ. അപ്പോൾ അതവിടെ എഴുതുക അല്ലേ. ലം ഖാലഫ്, മാ ഖാലഫ്തുഹ അംദൻ, അംദൻ മീൻസ് മനഃപൂർവ്വം. അപ്പോൾ ലാബിത്ത് ചോദിക്കുകയാണ് അലാ താരിഫു, നിനക്കറിയില്ലേ, അന്നല്ലോ അൽ അസ്ഫറ, മഞ്ഞ ലൈറ്റ്, യാനി അർത്ഥമാക്കുന്നത് ഹദ്ദി, സ്ലോ ആക്കുക, അസുറാത്ത, ഹദ്ദി സുറാത്ത, വേഗത കുറക്കുക, വസ്തഇദ്ദലിൽ വഖൂഫി, എന്നിട്ട് നിർത്താൻ തയ്യാറാവുക, നിർത്താൻ റെഡിയാവുക എന്നതാണ് മഞ്ഞ ലൈറ്റ് സൂചിപ്പിക്കുന്നത് എന്ന് നിനക്കറിയില്ലേ. അപ്പോൾ അതൊക്കെ അറിയാം, പക്ഷേ ആസിഫ് സോറി. ലം അത്തമക്കൻ മിൻ വഖൂഫിഹ, എനിക്ക് നിർത്താൻ പറ്റിയില്ല. അലൽ ഫൗരി, പെട്ടെന്ന് എനിക്ക് നിർത്താൻ പറ്റിയില്ല, സ്പീഡിൽ വന്നപ്പോൾ അങ്ങ് പോയി. അപ്പോൾ ലാബിത്ത് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തോളൂ, നേരത്തെ ഇവിടെ പറഞ്ഞ പിഴ അടക്കാൻ വേണ്ടി വന്നോന്ന് പറഞ്ഞില്ലേ, അതവിടെ എഴുതുക. തആല ഗദൻ ഇലാ ഇദാറത്തുൽ മുറൂരി ലിദഫിൽ ഖറാമ, പിഴ അടക്കാൻ വേണ്ടി നാളെ ഇദാറത്തുൽ മുറൂറിലേക്ക്, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ സായിക്ക് അവസാന ഇടവ് അല്ലേ, കെഞ്ചുകയാണ്. സാമഹിനി ഹാദിഹിൽ മറ, ഈ പ്രാവശ്യം എനിക്ക് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ ലാബിത്ത് ആസിഫ് യാ സയ്യിദി, സോറി സാർ, ഇങ്ങോട്ട് സാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഫഹാദ ലൈസ മിൻ ഹക്കി, അതെൻ്റെ, എനിക്ക് പറ്റുന്ന കാര്യമല്ല, ഇതെൻ്റെ അവകാശത്തിൽപ്പെട്ടതല്ല. എന്ത്, ഇത് ഇളവ് ചെയ്തു തരിക എന്നുള്ളത്. അങ്ങനെ പിഴ കൊടുത്തു. ഇനി അടുത്തത് നുറാജി ഉൽ ഫിക്രത്ത, ഈ താഴെയുള്ള പാരഗ്രാഫ് വായിച്ചു നോക്കാം. അല്ലാത്തി താഴെ വരുന്നത് വനല്ലാഹു ഹുവ മക്കാന അന, അന എന്നവിടെ ഉണ്ട് അല്ലേ, ഈ പാരഗ്രാഫിൽ അനയുണ്ട്. അനയുടെ പകരം ഹുവ വെക്കണം. വനക്തുബുഹ മാ തബ്ദീലാത്തിൽ ലാസിമ, അങ്ങനെ അനയുടെ പകരം ഹുവ വെച്ചാൽ സംഭവിക്കുന്ന അനിവാര്യമായ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ആ പാരഗ്രാഫ് എഴുതുക. സുമനല്ലാഹു, പിന്നെ വെക്കാം ഹിയ വനഹനു മക്കാന അന, അനയുടെ സ്ഥാനത്ത് ഹിയയും നെഹനുവും വെക്കാം. ചുരുക്കം പറഞ്ഞാൽ അന എന്ന് മാറ്റിയിട്ട് ഒരിക്കൽ ഹുവ എന്ന് വെക്കണം, പിന്നെ ഹിയ എന്ന് വെക്കണം, പിന്നെ നെഹനു എന്ന് വെക്കണം. ഹുവ അവൻ, ഹിയ അവൾ, നെഹനു ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. ഓക്കെ, വായിച്ചു നോക്കാം. അന ആമൽ ഫി മുസ്തഷ്ഫ അൽ മദീനത്തി, ഞാൻ പട്ടണത്തിലെ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഹുവ വെക്കുകയാണെങ്കിലോ, ഹുവ യഅമലു ഫി മുസ്തഷ്ഫ അൽ മദീനത്തി, അവൻ പട്ടണത്തിലെ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഹിയ ആണെങ്കിൽ ഹിയ തഅമലു, അപ്പോൾ ഹുവയാകുമ്പോൾ അന അഅമലു എന്നാണ് പറഞ്ഞത് അല്ലേ, ഞാൻ ജോലി ചെയ്യുന്നു എന്നുള്ളതിന് അഅമലു. ഹുവയായപ്പോൾ യഅമലു. ഇനി ഹിയ ആണെങ്കിലോ, ഹിയ തഅമലു, അവൾ ജോലി ചെയ്യുന്നു ഫി മുസ്തഷ്ഫ മദീന. ഇനി നഹനു ആണെങ്കിലോ, ഞങ്ങൾ, നഹനു നഅമലു എന്ന് പറയും അല്ലേ, ഞങ്ങൾ ജോലി ചെയ്യുന്നു. നഹനു നഅമലു ഫി മുസ്തഷ്ഫ അൽ മദീന, ഞങ്ങൾ മദീനത്തിലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അടുത്തത്, അപ്പോൾ അനയാകുമ്പോൾ അ, ഹുവയാകുമ്പോൾ യ, ഹിയ ത, നഹനു ന. അസ്തൈക്കിളു മുബക്കിറൻ, ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നു. ഹുവയാകുമ്പോൾ യസ്തൈക്കിളു. ഇനി ഹുവ എന്നോ അന എന്നോ നെഹനു എന്നോ ഹിയ എന്നോ ഇനി വെക്കേണ്ടതില്ല, അത് ആദ്യം വെച്ച് കഴിഞ്ഞു. ഇനി നേരിട്ട് ഫീല് മാത്രം പറഞ്ഞാൽ മതി. യസ്തൈക്കിളു എന്ന് വെക്കും ഹുവയാകുമ്പോൾ. ഹിയാകുമ്പോൾ തസ്തൈക്കിളു, നെഹനു നസ്തൈക്കിളു.
വ ഉസല്ലി അസുബ്ഹ, എന്നിട്ട് ഞാൻ സുബ്ഹ് നിസ്കരിക്കുന്നു. ഹുവ യുസല്ലി, ഹി ആണെങ്കിൽ തുസല്ലി, നെഹ്നു ആണെങ്കിൽ നുസല്ലി. വ അത്ലുൽ ഖുർആന, എന്നിട്ട് ഞാൻ ഖുർആൻ ഓതുന്നു. അത്ലു മീൻസ് ഹുവയാകുമ്പോൾ യത്ലു, ഹിയ തത്ലു, നെഹ്നു നത്ലു അൽ കരീമ. വ അത്തനാവലുൽ ഫത്തൂറ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഹുവയാണെങ്കിൽ യത്തനാവലു, ഹിയ തത്തനാവലു, നെഹ്നു നത്തനാവലു അൽ ഫത്തൂറ. വ അദ്ഹബു ഇലൽ മുസ്തശ്ഫ, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹുവ യദ്ഹബു, ഹിയ തദ്ഹബു, നെഹ്നു നദ്ഹബു. ഹൈസു തൂജതു, അവിടെ ഉണ്ട്, എവിടെ, ഹോസ്പിറ്റലിലുണ്ട്. ഹൈസു എവിടെയാണോ അവിടെ, അങ്ങനെ കാണപ്പെടുന്ന സ്ഥലത്ത്, അല്ല എന്താണ്, ആ സ്ഥലത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഹൈസു ഉപയോഗിക്കുന്നത്. ഹൈസു അവിടെയുണ്ട്, ഹോസ്പിറ്റലുണ്ട്. എന്ത്, അൽ അഖ്സാമു തിബ്ബിയ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അഖ്സാം മീൻസ് ഡിപ്പാർട്ട്മെന്റ്. എന്തൊക്കെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അവിടെ ഉള്ളത്? ഖിദ്മാത്തു തവാരി, എമർജൻസി സർവീസ്. പിന്നെ തിബ്ബുൻ നിസാഇ വൽ വിലാദത്തി, പ്രസവ ചികിത്സ ആൻഡ് ഗൈനക്കോളജി. തിബ്ബുൻ നിസാ മീൻസ് ഗൈനക്കോളജി. പിന്നെ തിബ്ബുൽ അത്ഫാൽ, പീഡിയാട്രിക്സ്, കുട്ടികളുടെ ചികിത്സ. തിബ്ബുൽ അസ്നാൻ, ഡെന്റിസ്ട്രി അല്ലേ, ദന്ത ചികിത്സ. തിബ്ബുൽ ഖൽബ്, എന്താണ്, കാർഡിയോളജി അല്ലേ, ഹൃദ്രോഗ ചികിത്സ, ഹൃദയ ചികിത്സ. പിന്നെ തിബ്ബുൽ ഉദുനി വൽ അൻഫി വൽ ഹൻജറ, ENT, ഇയർ, നോസ്, ത്രോട്ട്. തിബ്ബുൽ ജിഹാസിൽ ഹദമി, അതേപോലെ എന്താണ് അൽ ജിഹാസുൽ ഹദമി എന്ന് പറഞ്ഞാൽ ഇത് ഗ്യാസ്ട്രോ എൻട്രോളജി, ഗ്യാസ്ട്രോ വഗൈറുഹ, അതേപോലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. ഒഹിബു ജമീ അൽ മുവാത്തിനിന, ഞാൻ എല്ലാവരെയും എനിക്ക് സ്നേഹമാണ്, ഇഷ്ടപ്പെടുന്നത്. വഅഹ്തമു ബി തുംഅനത്തിൽ മർള, രോഗികളുടെ സമാധാനത്തിനാണ് ഞാൻ പ്രാമുഖ്യം നൽകുന്നത്. വഉഹാഫിളു അല നളാഫത്തിൽ ബിയത്തി, ഞാൻ പരിസ്ഥിതി സംരക്ഷിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുക, ആ എന്നുള്ളത് അല്ലേ, ഞാൻ എന്നുള്ളത് യാ എന്നാക്കുക. അവനാണെങ്കിൽ നഹനു, ഞങ്ങളാണെങ്കിൽ ന എന്നാക്കുക. ഇവിടെ ഉഹിബു എന്നുള്ളത് യുഹിബു എന്നാണ് പറയുക, അവിടെ ഉ എന്നാണ്. അപ്പോൾ യു, പിന്നെ അവളാകുമ്പോൾ ഷീ ആകുമ്പോൾ തുഹിബു, ഞങ്ങളാകുമ്പോൾ നൊഹിബു. അഹ്തമു എന്നുള്ളത് യഹ്തമു, നഹ്തമു, തഹ്തമു. ഉഹാഫിലു എന്നുള്ളത് യുഹാഫിലു, തുഹാഫിലു, നുഹാഫിലു. ഓക്കെ, ഇവിടെ ചില ലമീറുകൾ അല്ലേ, ഹുവഹുമാഹും, ഹിയഹുമാഹുന്ന, അൻതൻതും, അൻതി അൻതും, അൻതുന, അനാ നഹ്നു. ഇതൊക്കെ മുൻഫസിലായ ലമീറാണ്. എന്താ മുൻഫസിലായ ലമീറുകൾ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് വരുന്ന ലമീറുകൾ. ചില ലമീറുകൾ മറ്റു വാക്കിൻ്റെ കൂടെ ചേർന്നുകൊണ്ടാണ് വരിക. ഉദാഹരണത്തിന് ക, കിതാബു ക, നിന്റെ ബുക്ക് എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്റെ എന്നുള്ള ക ഒരിക്കലും ഒറ്റക്ക് വരികയില്ല. നീ എന്നുള്ളതിന് ഒറ്റക്ക് വരുന്ന വാക്ക് അൻത അല്ലെങ്കിൽ അൻതി അല്ലേ, അതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ റഫിൻ്റെ സ്ഥാനത്ത് വരുന്ന ലമീറുകളാണ്. ഈ ഹുവഹുമാഹും ഹിയഹുമാഹും ഈ കാണുന്നതൊക്കെ റഫിൻ്റെ സ്ഥാനത്തായിരിക്കും. എപ്പോഴും ഇതിൻ്റെയൊക്കെ ഇറാബ് റഫ് ആയിരിക്കും. ഇറാബ് ഉണ്ടാവുകയില്ല, റഫിൻ്റെ സ്ഥാനത്താണ് ഇത് വരിക. അതേപോലെ നസ്ബിൻ്റെ സ്ഥാനത്ത് മഫൂൽ ബിഹി ആയിക്കൊണ്ട് വരുന്ന ലമീറുകളാണ് ഇവയൊക്കെ. ഇയാഹു, ഇയാഹുമാ, ഇയാഹും, ഇയാഹ, ഇയാഹു. ഇയാക്ക നഅ്ബുദു എന്ന്, ഇയാക്ക നഅ്ബുദു നമ്മൾ പറയുന്നില്ലേ, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ഇയാക്ക നിന്നെ മാത്രം. അവിടെ ഇയാക്ക എന്നുള്ളത് മഫൂൽ ബിഹിയാണ് അല്ലേ. അപ്പോൾ അതേപോലെ മഫൂൽ ബിഹി ആയിട്ട് നസ്ബിൻ്റെ സ്ഥാനത്ത് വരുന്ന ലമീറുകളാണ്, മുൻഫസിലായ ലമീറുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ റഫിൻ്റെ സ്ഥാനത്ത് വരുന്ന മുൻഫസിലായ ലമീറുകളാണ് ഇവിടെ ഉള്ളത്. ഇത് മുബത്തദായിട്ടാണ് കൂടുതലും വരിക. യെസ്, ഇതാണ് ഈ പാഠത്തിലുള്ളത്.